ഇതിൻ്റെ ശബ്ദം ഇതാരുടെ ശബ്ദമാണ് എന്ന് എനിക്കാരോ പറഞ്ഞു തന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. ഈ ശബ്ദം ഈ നമ്മുടെ ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നൊരു സമയത്ത് ഈ ദൂരദർശനിൽ ചില പരസ്യങ്ങൾ വരും. അതായത് ഈ പഞ്ചാബിലെ ഗോതമ്പ് വയലുകളിലൂടെ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വന്നിട്ട് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കുന്നതിനെ പറ്റിയും ഈ അയോഡിൻ്റെ കുറവ് കൊണ്ട് മറ്റേ തൊണ്ടേ മുഴ വരുന്ന അസുഖത്തിനെ പറ്റിയൊക്കെ നമുക്ക് ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി അതിപ്പം മറ്റു ചാനലുകളിലൊക്കെ ആ പരസ്യം വരുന്നുണ്ട്. അതിൽ എല്ലാവർക്കും ഒരേ ശബ്ദമാണ്, മിക്കവാറും എല്ലാവർക്കും ഒരേ ആൾക്കാർ ഒരേപോലെ അങ്ങ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരസ്യമാണല്ലോ, തോന്നിയ പോലെ തട്ടുന്നത്. അപ്പോൾ ആ പരസ്യത്തിൽ വരുന്ന രണ്ടാൾക്കാർ, അജ്ഞാതരായ രണ്ടാൾക്കാരുടെ ശബ്ദം കേൾപ്പിച്ചു തരാം. രാജു, ഈയിടെയായി നിന്നെ നെൽപ്പാടത്തേക്ക് കാണുന്നതേ ഇല്ലല്ലോ. അതെ ഗോപാല, കേന്ദ്ര കർഷക മന്ത്രാലയം കർഷകർക്കായി അണിയിച്ചൊരുക്കുന്ന കർഷക ബന്ധു കാർഡ് വാങ്ങുന്നതിന് വേണ്ടി പോയതാണ് ഞാൻ. ഓഹോ, അങ്ങനെയോ? അതുകൊണ്ട് എന്തെല്ലാമാണ് പ്രയോജനങ്ങൾ? ടോൾ ഫ്രീ നമ്പറായ 119078 ഡയൽ ചെയ്യുമ്പോൾ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഓഹോ, പക്ഷെ ഇതെല്ലാം വലിയ ചെലവുള്ള കാര്യമല്ലേ? ഹാ 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 ഗോപാല, ഇത് തികച്ചും സൗജന്യമാണ്. കേട്ടിട്ടില്ലേ ഈ ശബ്ദം? രണ്ടുപേരും എനിക്ക് ഇതും കൂടി കേൾപ്പിച്ചരാമോ? പുകവലി. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കുവാനുള്ളത്. ചിലരതിനെ സിഗരറ്റിന്റെ പുക വലിച്ചെടുക്കുവാൻ ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ കരളിലടിഞ്ഞുകൂടുന്ന പുക പുറത്തെടുത്താൽ ഏകദേശം ഇത്രത്തോളം ഉണ്ടാകും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. പുള്ളി ഇപ്പം മാറ്റി, ഇത് മാറ്റിയിട്ട് പുതിയത് ഇറക്കി പുള്ളി. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടങ്ങളിൽ പുക. ബഡ്ജറ്റ് വന്നതോടുകൂടി കറുത്ത് മനസ്സിലായി. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഭയങ്കര വിലയാത്ര ഇപ്പൊ.